വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. അനിത മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും നമ്മുടെ USS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ആനുവൽ എക്സാം നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാം നമുക്ക് ഇപ്പം തന്നെ പയ്യെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ആകാശ വിസ്മയങ്ങൾ അല്ലെങ്കിൽ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എങ്ങനെ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ അതിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആകാശത്തെ കുറേ വിസ്മയങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മുടെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, അതായത് സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ്, അതുപോലെ തന്നെ നമ്മുടെ വൃദ്ധിക്ഷയങ്ങൾ, വാക്സിംഗ് ആൻഡ് വാർണിംഗ്, പിന്നെ നിലാവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, പിന്നെ സൂര്യൻ്റെ കുറച്ച് പ്രത്യേകതകൾ, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിനൊക്കെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് എന്തിനെ പറ്റിയാണ്? ഷാഡോസ് അല്ലെങ്കിൽ നിഴലുകളെ പറ്റിയാണ് അറിയേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നിഴൽ ഉണ്ടാവുന്നത്, ഇങ്ങനെ ഉണ്ടാവുന്ന നിഴലിൻ്റെ ഒക്കെ കളർ എങ്ങനെയാണ്, അതുപോലെ തന്നെ നിഴലുകളുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ എനിവേ, നിങ്ങൾ ഈ ഒരു ചിത്രം തന്നെ ഒന്ന് നോക്കിയാൽ അറിയാം, ഒരു കുട്ടി 3 വ്യത്യസ്ത സമയങ്ങളിൽ ഒന്ന് പുറത്തിറങ്ങി നിൽക്കുവാണ്. അപ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാവുന്ന ഷാഡോസ് അല്ലെങ്കിൽ ആ കുട്ടിയിൽ ഉണ്ടാവുന്ന നിഴലുകളുടെ ആ ഒരു രൂപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം പകൽ സമയത്ത് മോർണിംഗ് ആയിക്കൊള്ളട്ടെ, ഉച്ച ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ വൈകുന്നേരം ആയിക്കൊള്ളട്ടെ, ഈ 3 സന്ദർഭങ്ങളിലും കുട്ടിയിലുണ്ടാവുന്ന നിഴലുകൾ നോക്കിക്കേ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും, നമ്മുടെ സൂര്യനും അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റിന് എപ്പോഴും ഓപ്പോസിറ്റ് ദിശയിലാണ് നിഴലുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നിഴലുകൾ എവിടെയാണ് ഉണ്ടാവുന്നത്? ഏതാണോ നമ്മുടെ ലൈറ്റ് സോഴ്സും, അതിപ്പോൾ പകൽ സമയത്താണെങ്കിൽ സൂര്യനായിരിക്കും. അപ്പോൾ സൂര്യന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദിശയിലായിരിക്കും എപ്പോഴും എന്തുണ്ടാവുന്നത്? നിഴലുകൾ ഉണ്ടാവുന്നത്. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന നിഴലുകൾ ഉണ്ടാവുന്നത്? എല്ലാ വസ്തുക്കളും നിഴലുണ്ടാക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ പ്രകാശം കടന്നു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു എന്നല്ലേ. പ്രകാശം നന്നായിട്ട് കടന്നു പോകുന്നതിനെ ട്രാൻസ്പാരൻ്റ് അല്ലെങ്കിൽ സുതാര്യ വസ്തുവെന്നും, പ്രകാശം ഭാഗികമായി കടന്നു പോകുന്നതിനെ ട്രാൻസ്ലൂസൻ്റ് അല്ലെങ്കിൽ അർദ്ധധാരി വസ്തു എന്നും, പ്രകാശം കടത്തിവിടാത്തതിനെ അധാരി വസ്തു അല്ലെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണെന്നറിയാവോ? ഈ പറഞ്ഞിരിക്കുന്ന ഒപ്പാക്ക് ഒബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ അധാരി വസ്തുക്കളാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? യെസ്, പ്രകാശത്തിൻ്റെ പാതയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത് മക്കളെ? ഷാഡോസ് അല്ലെങ്കിൽ നിഴലുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഒരു കുട്ടീനെ എൻ്റെ മക്കൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ഉള്ളിലൂടെ അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടന്നു പോകുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് പറയാൻ പറ്റും മക്കളെ, ഈ ഒപ്പാക്ക് ഒബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ അധാരി വസ്തുക്കളാണ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഷാഡോസ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? പ്രകാശത്തിൻ്റെ പാതയ്ക്ക് തടസ്സം നേരിടുമ്പോഴാണ്. എവിടെയാണ് ഉണ്ടാവുന്നത്? ആ ഒരു സോഴ്സ് ഓഫ് ലൈറ്റിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർ ദിശയിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഈ ഷാഡോസിൻ്റെ നിറം എന്താ? ഏത് വസ്തുവിലാണോ ഷാഡോ ഉണ്ടാവുന്നത് ആ വസ്തുവിൻ്റെ കളറല്ല ആ ഒരു ഷാഡോയിൻ്റെ കളർ എന്ന് പറയുന്നത്. ഷാഡോസ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് പാച്ചസ് ആണ് അല്ലേ. നമുക്ക് ഈ ഒരു കറുത്ത നിറത്തിലാണ് ഷാഡോസ് എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആകാശത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, ആകാശത്ത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഭൂമിയുണ്ട്. ഈ ആകാശത്ത് കാണുന്ന ഈ സെലസ്റ്റിയൽ ബോഡീസ് ഒക്കെ ഇതുപോലെ തന്നെ നിഴലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ സൂര്യനുണ്ട്, ഈ സൂര്യന് ചുറ്റും കറങ്ങുന്ന നമ്മുടെ സ്വന്തം പ്ലാനറ്റായ നമ്മുടെ ഭൂമിയുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം മക്കളെ, ഇങ്ങനെയാണ് നമ്മുടെ സൺലൈറ്റ് വന്ന് നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. അപ്പോൾ ഈ സൂര്യപ്രകാശം വന്ന് പതിക്കുന്ന ഭാഗം മിസ് ഇവിടെ ഇതാണ്ട് ഒരു യെല്ലോ കളറിൽ മിസ് ഇവിടെ ഇതാ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇനി അതേസമയം സൂര്യപ്രകാശം വന്ന് പതിക്കാത്ത ഭാഗം ഇതാ മിസ് ഇതാ ഒരു എന്താ പറയുക, ഒരു റെഡിഷ് കളറിലും ഇവിടെ ലേബൽ ചെയ്യുന്നുണ്ട്. ഈ സൂര്യപ്രകാശം വന്ന് പതിക്കാത്ത ഈ ഒരു സൈഡിലാണ് എന്തുണ്ടാവുന്നത്? ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഡാർക്ക് സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് രാത്രിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഭൂമിയുടെ കേസാണ്. പക്ഷെ ഏത് പ്ലാനറ്റ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഏത് ആകാശഗോളം ആയിക്കൊള്ളട്ടെ, ഇവയെല്ലാം എന്തുണ്ടാക്കുന്നുണ്ട്? ഇതുപോലെ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഷാഡോസിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഒന്ന് നോക്കാം.
ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബീങ് ആൻ ഒപ്പാക്ക് ഒബ്ജക്ട് ദ എർത്ത് ഫോംസ് ഇറ്റ് ഷാഡോ, അതായത് നമ്മുടെ ഭൂമി ഒരു അധാരി വസ്തുവായതിനാൽ നിഴൽ രൂപപ്പെടുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദ ഷാഡോസ് ഓഫ് ദി എർത്ത് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി സൺ, അതായത് സൂര്യന് എതിർ ദിശയിലായിരിക്കും എപ്പോഴും നമ്മുടെ ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. ഇനി എർത്ത് ഷാഡോ ഗ്രാജുവലി ഡിമിനിഷ്ഡ് ആൻഡ് ഫൈനലി ഡിസപ്പിയർ ആസ് ഇറ്റ് മൂവ്സ് അവേ, അകലോട്ട് പോകും തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ച അടുത്ത പോയിന്റ് ആയിരുന്നു, ഒരാകാശഗോളത്തിൽ പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാവുന്ന ഭാഗത്ത് രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. നേരത്തെ ചിത്രം തന്നെ നമുക്ക് നോക്കിയാൽ അറിയായിരുന്നു, ഈ ലൈറ്റ് വന്ന് പതിക്കുന്നുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നിഴലുണ്ടാവുന്നത്. ആ നിഴലുണ്ടാവുന്ന ഭാഗം ഡാർക്കാണ്, അല്ലെങ്കിൽ അത് രാത്രിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു ചിത്രം നോക്കിയാൽ എല്ലാ ആകാശഗോളങ്ങളിലും എങ്ങനെയാണ് നിഴലുണ്ടാവുന്നത് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഷാഡോസിനെ പറ്റി ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിസ് പറഞ്ഞത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് മുഴുവനായിട്ട് കാണുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ആൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.